ഈ അടുത്ത കാലത്തായി നമ്മുടെ കൂടെയുള്ള ആൾക്കാർ നമ്മൾ തന്നെ ഡെയിലി ഫേസ്ബുക്ക് തുറക്കുമ്പോൾ അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങൾ ഇപ്പൊ സോഷ്യൽ മീഡിയ ആയാൽ തുറക്കുമ്പോൾ ഡെയിലി എന്നോണം നമുക്ക് ഓരോ മരണങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. മെയിൻ ആയിട്ടുള്ള കാരണങ്ങൾ ഹൃദയാഘാതം അല്ലെങ്കിൽ സ്ട്രോക്ക്. വന്നിട്ടുള്ള ഭൂരിഭാഗം ആൾക്കാരും വർക്ക് ചെയ്യുന്നത് കാഷ്വാലിറ്റി അല്ലെങ്കിൽ ഞാൻ ഐസിയുൽ വർക്ക് ചെയ്യുന്നു. 15 വർഷമായിട്ട് സഭ ഹോസ്പിറ്റൽ ഐസിയുൽ വർക്ക് ചെയ്യുന്നു. എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന വന്നിട്ടുള്ള എല്ലാവരും തന്നെ കാഷ്വാലിറ്റിയിലും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ രോഗികളെ നേരിട്ട് കാണുന്ന ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ മുമ്പത്തെ സാഹചര്യത്തെക്കാൾ കൂടുതൽ ഇപ്പോ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ അസുഖങ്ങൾ കൊണ്ടുവരികയും അതിൽ കുറെ പേര് മരിച്ചു പോവുകയും ചില പേര് ചത്തത്തിനൊക്കുമ്പോൾ ജീവിച്ചിരിക്കുന്ന അവസ്ഥയിൽ കിടക്കുന്ന കുറച്ച് കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കാരണങ്ങൾ എന്തൊക്കെയായാൽ തന്നെ നമ്മുടെ ഭാഗത്ത് നിന്ന് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതായത് എനിക്കൊരു അസുഖം വന്നാൽ പെട്ടെന്ന് വന്നാൽ എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ള സാഹചര്യങ്ങൾ കുറെയുണ്ട്. അത് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഒരുപക്ഷെ മരണപ്പെടുകയും, കാരണം സമയത്തിന്റെ പ്രാധാന്യമുള്ള കുറെ അസുഖങ്ങളുണ്ട്. ഇപ്പൊ ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ സ്ട്രോക്ക് സെക്കൻഡുകൾക്ക് വിലയാണ്. ടൈം ഈസ് ബ്രെയിൻ എന്നാ പറയുന്നത്. ഒരാൾക്ക് വേദന വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായിരിക്കും ആദ്യം ചിന്തിക്കുക? ഗ്യാസ് ആയിരിക്കും അല്ലേ? ഈ ഉള്ള വേദന ഗ്യാസിന്റെ വേദന എല്ലാ എന്നും ഞാൻ എപ്പോഴാണ് ഹോസ്പിറ്റലിൽ പോകേണ്ട അവസ്ഥയിലേക്ക് എങ്ങനെയാണ് എത്തേണ്ടതെന്നുള്ള കാര്യങ്ങളുണ്ട്. അതുപോലെ സ്ട്രോക്ക്, നമ്മൾ പെട്ടെന്ന് നടന്നു പോകും, നമ്മുടെ ഭാഗത്ത് ഒരു തളർച്ച വരിക, നമ്മൾ സംസാരിക്കുന്ന ഒരു കൊഞ്ഞു വരിക, കൊന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ എത്രയും പെട്ടെന്ന് ഒരു മെഡിക്കൽ ചികിത്സ തേടാന്നുള്ളതാണ്. കാഷ്വാലിറ്റി സംവിധാനങ്ങളുള്ള ഇത്രയും ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും 24 മണിക്കൂറും എമർജൻസി ചികിത്സ ലഭ്യമുള്ള ഹോസ്പിറ്റലിൽ വേണം പോകാൻ. ഇപ്പോ അത് നമ്മൾ പോകേണ്ട ഫർവാനി ഹോസ്പിറ്റൽ കാഷ്വാലിറ്റിയിലേക്കാണ്. നമ്മൾ ക്ലിനിക്കിൽ ചെന്ന് കഴിഞ്ഞാൽ അവരവിടെ നീസി എടുക്കും. അറ്റാക്ക് ആണെങ്കിൽ അവർ ആംബുലൻസ് വിളിക്കുന്ന സമയത്ത് പിന്നെ സമയം എടുക്കും നമുക്ക് ഹോസ്പിറ്റലിൽ എത്താൻ. നമ്മൾ എത്രയും പെട്ടെന്ന് പോകേണ്ടത് നമ്മുടെ തൊട്ടടുത്തുള്ള ഫർവാനി ആണെങ്കിൽ ഫർവാനിയ, സാൽമി ആണെങ്കിൽ മുബാറക് ഹോസ്പിറ്റൽ, സഭ ഷുവൈക്ക് റീജിയണൽ സഭ ഹോസ്പിറ്റൽ, അല്ലെങ്കിൽ ആ മഹബുള്ള മംഗഫ് ഭാഗത്താണ് അദാൻ ഹോസ്പിറ്റൽ. ഈ ഇത്തരം ഹോസ്പിറ്റലിലെ കാഷ്വാലിറ്റിയിലേക്കാണ് നമ്മൾ പോകേണ്ടത്. അവിടെ ഏരിയ പ്രശ്നമില്ല. ഇത്തരം സന്ദർഭങ്ങൾ ഏരിയ നോക്കില്ല. എമർജൻസി ചികിത്സ കൊടുത്തതിന് ശേഷം മാത്രമേ ഏരിയക്ക് പ്രസക്തിയുള്ളൂ. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എത്രയും പെട്ടെന്ന് നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ പോകേണ്ടത് എത്രയും പെട്ടെന്ന് തൊട്ടടുത്തുള്ള വലിയ ഹോസ്പിറ്റലുകളിലെ കാഷ്വാലിറ്റിയിലേക്കാണ് നമ്മൾ പോകേണ്ടത്. 2022 കുവൈറ്റിൽ നടത്തിയ ഒരു പഠനത്തില് ഏറ്റവും കൂടുതൽ ആത്മഹത്യാ ശ്രമം നടന്നിട്ടുള്ളത് ഇന്ത്യൻസിന്റെ ഇടയിൽ നിന്നാണ്. ഏറ്റവും കൂടുതലുള്ള ശതമാനത്തിൽ ഒന്നാമത്തെ രണ്ടാമത്തെ സ്ഥാനത്ത് നമ്മുടെ ഇന്ത്യൻസിന്റെ പോപ്പുലേഷൻ ആണ് ഏറ്റവും കൂടുതൽ ആത്മഹത്യാ ശ്രമങ്ങൾ നടത്തിയിട്ടുള്ളത്. കുവൈറ്റിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടുവരുന്ന കുറെ ജീവിത ശൈലികളുണ്ട്, ജീവിത രീതികളുണ്ട്. നമ്മൾ മാറ്റേണ്ടതായിട്ടുള്ള കുറെ കാര്യങ്ങൾ. ഷുഗർ ആയിരിക്കും, അല്ലെങ്കിൽ പ്രഷർ ആയിരിക്കും. പ്രഷർ, ഈ രണ്ട് അസുഖങ്ങളാണ് നമ്മുടെ ഏറ്റവും പ്രശ്നക്കാരനാവും. ഹാർട്ട് അറ്റാക്ക് ആവട്ടെ, സ്ട്രോക്ക് ആവട്ടെ, ഇനി അങ്ങോട്ട് ഷുഗർ ട്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഉണ്ടാവുന്ന ഇറണൽ ഫെയിലിയർ, കണ്ണിന് കാഴ്ചക്ക് ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ നെഞ്ചിന് ബുദ്ധിമുട്ടുണ്ടായിരിക്കാം, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അത് പോകും. അഞ്ചൈന എന്ന് പറയുന്നത് അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടാവാറുണ്ടെങ്കിൽ ഇപ്പൊ കുറച്ച് വേദന വന്നു, റെസ്റ്റ് എടുത്തു, വേദന കുറഞ്ഞു. ഇപ്പൊ 2 ദിവസം കഴിഞ്ഞ് വീണ്ടും നെഞ്ചിനൊരു വേദന വന്നു, നിങ്ങൾ റെസ്റ്റ് എടുത്തു, വേദന വീണ്ടും നിന്നു. ഇതൊക്കെ സീരിയസ് ആയി എടുക്കുന്ന വിഷയമാണ്. ഈ രക്തക്കുഴലിൽ ബ്ലോക്ക് വന്നിട്ട് നമ്മൾ അത് സ്റ്റെൻഡ് ഇട്ട് നേരെയാക്കുക ചെയ്യണം. അപ്പൊ ഒരു ബലൂൺ പോലെ സാധനം അകത്തോട്ട് കയറ്റി വെച്ച് ആ ബലൂൺ വീർപ്പിച്ച് കഴിയുമ്പോൾ ആ ബ്ലോക്ക് മാറും. ഇതിനാണ് നമ്മൾ സത്യം പറഞ്ഞ സ്റ്റെൻഡ് ഇടുക എന്ന് പറയുന്നത്. ചിലപ്പോൾ ഒരാൾ 12 വയസ്സും 11 വയസ്സും കുട്ടികൾ സ്കൂൾ ഗ്രൗണ്ടിൽ കുഴഞ്ഞു മരിക്കുന്നത് കണ്ടിട്ടില്ലേ? ഇതൊക്കെ ഹാർട്ട് അറ്റാക്ക് തന്നെയാണ്. മേലോട്ട് ഇഷ്ടം പോലെ കേസുണ്ട്. ഇതൊക്കെ എങ്ങനെ വന്നു? ഒറ്റ കാരണം മാത്രമേ ഉള്ളൂ, നമ്മുടെ ലൈഫ് സ്റ്റൈൽ. വായ കൊണ്ട് നിങ്ങൾ ശ്വാസം കൊടുക്കരുത്. കാരണം നിങ്ങൾ ശ്രമിച്ചാൽ മനസ്സിലാവും. ഇപ്പൊ ദുബായ് എയർപോർട്ടിലൊക്കെ നിങ്ങൾ നാട്ടിൽ പോകുമ്പോഴൊക്കെ നമ്മൾ ഇറങ്ങിയിട്ട് നടക്കൂലേ, അടുത്ത ടെർമിൽ നടക്കുമ്പോൾ AED എന്നുള്ള സാധനം കാണും. ടെലിഫോൺ ബൂത്ത് പോലെ, പബ്ലിക് ടെലിഫോൺ സാധനം പോലെ ഈ ഒരു 100 മീറ്ററോ 200 മീറ്ററോ അളവിൽ എല്ലാ സ്ഥലത്തും ബോക്സ് വെച്ചിട്ടുണ്ടാവും AED. നമ്മുടെ കൊച്ചി എയർപോർട്ടിലുണ്ട്, കുവൈറ്റ് എയർപോർട്ടിലുണ്ട്, മെയിൻ ആയിട്ടുള്ള റെയിൽവേ സ്റ്റേഷൻസിലുണ്ട്. ഇവിടെയൊക്കെ ഈ സാധനമുണ്ട്. എന്തിനാ ഈ സാധനം? ഇങ്ങനെ അവസരം വരുമ്പോൾ സാധാരണ ജനങ്ങൾക്ക് ഷോക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ആ മെഷീൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ പെട്ടെന്ന് നമ്മുടെ മുന്നിൽ ആൾ കുഴഞ്ഞു വീണാൽ ഞാൻ ആൾ വിളിച്ചിട്ട് ആൾക്ക് ഓർമ്മ വരുന്നില്ലെങ്കിൽ ഞാൻ പൾസ് നോക്കി മർദ്ദം കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി എനിക്ക് വേണ്ടത് എന്താണ്? ഈ ഹാർട്ടിന്റെ താളം നേരെയാക്കാനുള്ള മെഷീനാണ്. തൊട്ടടുത്ത് ഈ മെഷീൻ കിട്ടുമെങ്കിൽ ഇപ്പൊ നമ്മുടെ നാട്ടിൽ സാധനം വന്നു തുടങ്ങിയിട്ടുള്ളൂ. അതായത് ഈ പറഞ്ഞ ഏറ്റവും കൂടുതൽ ആൾക്കാർ കൂടുന്ന സ്ഥലങ്ങൾ, റെയിൽവേ സ്റ്റേഷൻസ്, എയർപോർട്ട്, ഷോപ്പിംഗ് മാളുകൾ, ഇത്തരം സ്ഥലങ്ങളൊക്കെ മെഷീൻ വരുന്നുണ്ട്. ഇപ്പൊ കുവൈറ്റില് അവന്യൂസ് മാളിലുണ്ട്, എയർപോർട്ടിലുണ്ട്, കുറെ സ്ഥലത്തുണ്ട്. അപ്പൊ ഇങ്ങനത്തെ മെഷീനുകൾ നമുക്ക് ഉണ്ടെങ്കിൽ ഈ ആൾ വീണ്ടും ജീവിതത്തിൽ തിരിച്ചു വരാൻ ചാൻസ് വളരെ കൂടുതലാണ്.